വർഷം 2008 സ്പേസ് എക്സിന്റെ സ്ഥാപകൻ എലോൺ മസ്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയ സമയം. കടം വാങ്ങിയ പൈസ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സമയം. ഇത്രയും ദയനീയമായ അവസ്ഥയിൽ എലോൺ മസ്കിന്റെ പകുതി സ്വത്തിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് തന്റെ ഭാര്യ നോർവേ കുടുംബ കോടതിയിൽ ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുകയാണ്. എലോൺ മസ്ക് അവിടെയും തോക്കുകയായിരുന്നു. കുടുംബ കോടതിയിൽ എലോൺ മസ്കിനെതിരെയായിരുന്നു വിധി വന്നത്. അങ്ങനെ എലോൺ മസ്ക് പതുക്കെ വട്ടപൂജ്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. പക്ഷേ അദ്ദേഹം തോറ്റുകൊടുത്തില്ല. തന്റെ കമ്പനിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. 4 വർഷം കൊണ്ട് $127 ബില്യൺ കമ്പനിയുടെ നെറ്റ്വർത്ത് മാറ്റുകയും ലോക കോടീശ്വരനിൽ ഒന്നാമതെത്തുകയും ചെയ്തു. ഈ തലത്തിലെത്തിയ എലോൺ മസ്ക് തന്നെ ഇട്ടേച്ചു പോയ ഭാര്യയെ മറന്നില്ല. $44 ബില്യൺ ട്വിറ്റർ സ്വന്തമാക്കി തന്റെ മുൻ ഭാര്യയെ ട്വിറ്ററിൽ നിന്ന് ആജീവനാന്തം ബ്ലോക്ക് ആക്കുകയും ചെയ്യുകയാണ്. സുഹൃത്തെ, അതുമാത്രമല്ല, പ്രതികാരം എന്ന പോലെ എലോൺ മസ്ക് ട്വിറ്ററിന്റെ പേര് എക്സ് എന്നാക്കി മാറ്റുകയും ചെയ്തു.